ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 150 ചോദ്യോത്തരങ്ങളാണ്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശു അയച്ച 12 പേരും എവിടെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു? ഗ്രാമങ്ങൾ തോറും. രണ്ടാമത്തെ ചോദ്യം, താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയം ഇല്ലായിരുന്നു. ആർക്ക്? പത്രോസിന്. മൂന്നാമത്തെ ചോദ്യം, ഈ കാര്യം ആരോടും പറയരുത് എന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം പീഡാനുഭവവും ഉത്ഥാനവും എത്രാമത്തെ പ്രവചനമാണ് യേശു പറഞ്ഞത്? പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം. നാലാമത്തെ ചോദ്യം, രൂപാന്തരീകരണത്തിന് ശേഷം പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത്? വലിയ ഒരു ജനക്കൂട്ടം. അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് യേശു എന്തു ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്? യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ. ആറാമത്തെ ചോദ്യം, അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് എന്താണ് യേശുവിനെ അറിയിച്ചത്? തങ്ങൾ ചെയ്തതെല്ലാം. ഏഴാമത്തെ ചോദ്യം, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? നിയമജ്ഞനോട്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയം. ഒമ്പതാമത്തെ ചോദ്യം, യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ യേശു ശിഷ്യരോട് പീഡാനുഭവവും ഉത്ഥാനവും എത്രാമത്തെ പ്രവചനമാണ് പറഞ്ഞത്? 2-ാമത്തെ. 10-ാമത്തെ ചോദ്യം, 9:45 വാക്യം, അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? ശിഷ്യർക്ക്. 11-ാമത്തെ ചോദ്യം, ശിഷ്യരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ആരെയാണ് അടുത്ത് നിർത്തിയത്? ശിശുവിനെ. 12-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. 72 പേരും ഡാഷോടെ തിരിച്ചു വന്നു പറഞ്ഞു. സന്തോഷത്തോടെ. 13-ാമത്തെ ചോദ്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? എല്ലാവരോടുമായി. 14-ാമത്തെ ചോദ്യം, എന്ത് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല? സ്വന്തം കുരിശ് വഹിക്കാതെ. 15-ാമത്തെ ചോദ്യം, എന്തിനെയൊക്കെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല? സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും. 16-ാമത്തെ ചോദ്യം, 14:33 വാക്യമനുസരിച്ച് എന്ത് ചെയ്യാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. 17-ാമത്തെ ചോദ്യം, എന്തിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നാണ് യേശു പറഞ്ഞത്? കൽപ്പയിൽ. 18-ാമത്തെ ചോദ്യം, ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഫരിസേയരുടെ. 19-ാമത്തെ ചോദ്യം, ഫരിസേയരായ നിങ്ങൾ എന്തിൻ്റെയൊക്കെ പുറം കഴുകി വെടുപ്പാക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്? കോപ്പകളുടെയും പാത്രങ്ങളുടെയും. 20-ാമത്തെ ചോദ്യം, ഫരിസേയർ എവിടെയാണ് പ്രമുഖ സ്ഥാനം അഭിലഷിക്കുന്നത്? സിനഗോഗുകളിൽ. 21-ാമത്തെ ചോദ്യം, ഫരിസേയർ കാണപ്പെടാത്ത എന്തുപോലെയാണെന്നാണ് കർത്താവ് പറഞ്ഞത്? കുഴിമാടങ്ങൾ പോലെ. 22-ാമത്തെ ചോദ്യം, ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ആരാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത്? ചില ഫരിസേയർ. 23-ാമത്തെ ചോദ്യം, യേശു തൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം ആദ്യം ചെയ്ത അത്ഭുതമെന്ത്? പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത്. 24-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരമെന്ത്? ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ,
ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. 25 ചോദ്യം. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്നറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരെ സംബോധന ചെയ്തത് എന്ത്? വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ. 26 ചോദ്യം. ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് നീ പോയി എന്തു പ്രസംഗിക്കുക എന്നാണ് യേശു പറഞ്ഞത്? ദൈവരാജ്യം. 27 ചോദ്യം. യേശു എന്തിനൊക്കെ വേണ്ടിയാണ് 12 പേരെ അയച്ചത്? ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. 28 ചോദ്യം. കർത്താവ് ആരെയാണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത്? കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരെ. 29 ചോദ്യം. എന്തിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് കർത്താവ് 72 പേരോടും പറഞ്ഞത്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. 30 ചോദ്യം. നിങ്ങൾ കാണുന്നവ കാണാനും നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാനും ആഗ്രഹിച്ചത് ആരൊക്കെ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും. 31 ചോദ്യം. ആരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് യേശു സമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞത്? നിയമജ്ഞൻ്റെ. 32 ചോദ്യം. ആരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് യേശു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്? യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് ചോദിച്ചപ്പോൾ. 33 ചോദ്യം. പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പരാമർശിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? 11-ാം അധ്യായത്തിൽ. 34 ചോദ്യം. അധ്യായവും വാക്യവും എഴുതുക. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. 11-ാം അധ്യായം 10-ാം വാക്യം. 35 ചോദ്യം. മകൻ എന്തു ചോദിച്ചാൽ പകരം ഏതൊരു പിതാവാണ് പാമ്പിനെ കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്? മീൻ ചോദിച്ചാൽ. 36 ചോദ്യം. പൂരിപ്പിക്കുക. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ഡാഷ് നൽകുകയില്ല? പരിശുദ്ധാത്മാവിനെ. 37 ചോദ്യം. യേശു ആരെക്കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ബേൽസബൂലിനെ കൊണ്ട്. 38 ചോദ്യം. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ എന്ത് എങ്ങനെ നിലനിൽക്കുമെന്നാണ് യേശു ചോദിച്ചത്? അവൻ്റെ രാജ്യം. 39 ചോദ്യം. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ദൈവരാജ്യം. 40 ചോദ്യം. 11-23 വാക്യമനുസരിച്ച് ആരാണ് ചിതറിച്ചു കളയുന്നത്? എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ. 41 ചോദ്യം. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ അശുദ്ധാത്മാവ് തിരിച്ചു ചെല്ലുമ്പോൾ ദുഷ്ടരായ മറ്റ് എത്ര അശുദ്ധാത്മാക്കളെ കൂടിയാണ് കൊണ്ടുവരുന്നത്? 7. 42 ചോദ്യം. എത്ര വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ സ്ത്രീയെയാണ് യേശു സുഖപ്പെടുത്തിയത്? 18 വർഷമായി. 43 ചോദ്യം. കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് എപ്പോൾ? ഒരു സ്ഥാപത്തിൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ. 44 ചോദ്യം. മഹോദര രോഗിയെ യേശു സുഖപ്പെടുത്തിയത് എപ്പോൾ? ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ. 45 ചോദ്യം. 14:7 വാക്യമനുസരിച്ച് എന്തു കണ്ടപ്പോഴാണ് യേശു ഒരു ഉപമ പറഞ്ഞത്? ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ. 46 ചോദ്യം. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? പ്രമുഖ സ്ഥാനത്ത്. 47 ചോദ്യം. അത്തിവൃക്ഷം ഈ വർഷം കൂടി നിർത്തി എന്തൊക്കെ ചെയ്യാമെന്നാണ് കൃഷിക്കാരൻ യജമാനനോട് പറഞ്ഞത്?
അത്തിവൃക്ഷത്തിൻ്റെ ചുവട് കിളച്ച് വളമിടാമെന്ന്. 48 ചോദ്യം. കാണാതായ എന്തിൻ്റെയൊക്കെ ഉപമയാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? കാണാതായ ആടിൻ്റെയും കാണാതായ നാണയത്തിൻ്റെയും. 49 ചോദ്യം. 15:1 വാക്യമനുസരിച്ച് ആരാണ് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? ചുങ്കക്കാരും പാപികളുമെല്ലാം. 50 ചോദ്യം. യേശു പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പിറുപിറുത്തത് ആര്? ഫരിസേയരും നിയമജ്ഞരും. 51 ചോദ്യം. കാണാതായ ആടിൻ്റെ ഉപമയിലെ ഒരുവന് എത്ര ആടുകൾ ഉണ്ടായിരിക്കെ എന്നാണ് യേശു പറഞ്ഞത്? 100 ആടുകൾ ഉണ്ടായിരിക്കെ. 52 ചോദ്യം. യേശു പറഞ്ഞ കാണാതായ ആടിൻ്റെ ഉപമയിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാത്തവർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്. 53 ചോദ്യം. യേശു പറഞ്ഞ കാണാതായ നാണയത്തിൻ്റെ ഉപമയിലെ സ്ത്രീക്ക് എത്ര നാണയം ഉണ്ടായിരിക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 10 നാണയം. 54 ചോദ്യം. ഒരു നാണയം നഷ്ടപ്പെട്ടാൽ ഏത് സ്ത്രീ എന്താണ് ചെയ്യാത്തത് എന്നാണ് യേശു കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ ചോദിച്ചത്? വിളക്കു കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്. 55 ചോദ്യം. ഏത് ഉപമ പറഞ്ഞതിന് ശേഷമാണ് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞത്? കാണാതായ ആടിൻ്റെ ഉപമ. 56 ചോദ്യം. ഏത് ഉപമ പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് യേശു പറഞ്ഞത്? കാണാതായ നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിനു ശേഷം. 57 ചോദ്യം. യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഏതു മകനാണ് പിതാവിനോട് സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറഞ്ഞത്? ഇളയവൻ. 58 ചോദ്യം. ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്തായി? അവൻ ഞെരുക്കത്തിലായി. 59 ചോദ്യം. ഇളയ മകൻ ഞെരുക്കത്തിൽ ആയപ്പോൾ ആരുടെ അടുത്താണ് അഭയം തേടിയത്? ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. 60 ചോദ്യം പൂരിപ്പിക്കുക. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് ഡാഷ് കൊടുത്തില്ല. 61 ചോദ്യം. ഇളയ മകന് സുബോധം ഉണ്ടായപ്പോൾ അവൻ ഇവിടെ എങ്ങനെ മരിക്കുന്നു എന്നാണ് പറഞ്ഞത്? വിശന്നു മരിക്കുന്നു. 62 ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോയി ആർക്കൊക്കെ എതിരായി പാപം ചെയ്തു എന്ന് പിതാവിനോട് പറയും എന്നാണ് പറഞ്ഞത്? സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും. 63 ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോയി ആരായി എന്നെ സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് പറയും എന്നാണ് പറഞ്ഞത്? നിന്റെ ദാസരിൽ ഒരുവനായി. 64 ചോദ്യം. മൂത്ത മകൻ പിതാവിനോട് എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു വേല ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്? ദാസ്യവേല. 65 ചോദ്യം. തിരിച്ചു വന്ന ഇളയ മകൻ പിതാവിനോട് എന്താണ് പറഞ്ഞത്? പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. 66 ചോദ്യം. പിതാവ് മകനെ എന്ത് ധരിപ്പിക്കാനാണ് ദാസരോട് പറഞ്ഞത്? മേൽത്തരം വസ്ത്രം. 67 ചോദ്യം. പിതാവ് മകൻ്റെ കയ്യിൽ എന്ത് അണിയിക്കുവാനാണ് ദാസരോട് പറഞ്ഞത്? മോതിരം. 68 ചോദ്യം. പിതാവ് മൂത്ത മകനോട് ഇളയ മകൻ തിരിച്ചു വന്നതിനാൽ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്ന് പറയാനുള്ള കാരണമെന്ത്? നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു.
നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അതിനാൽ 69 ചോദ്യം, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ എന്ത് അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹാം ധനവാനോട് പറഞ്ഞത്? മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും. 70 ചോദ്യം, ധനവാന്റെ സഹോദരന്മാർക്ക് ലാസർ എന്തിനു വേണ്ടി സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത്? അവർ പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിനു വേണ്ടി. 71 ചോദ്യം, ലാസർ മരിച്ചപ്പോൾ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചത് ആര്? ദൈവദൂതന്മാർ. 72 ചോദ്യം, ലാസർ എന്തുകൊണ്ട് വിശപ്പടക്കാനാണ് ആഗ്രഹിച്ചത്? ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്. 73 ചോദ്യം, 16, 18 വാക്യമനുസരിച്ച് ആരൊക്കെയാണ് വ്യഭിചാരം ചെയ്യുന്നത്? ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും. 74 ചോദ്യം, നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ എളുപ്പം എന്ത് അപ്രത്യക്ഷമാകുന്നതാണ്? ആകാശവും ഭൂമിയും. 75 ചോദ്യം, എന്ത് അസാധു ആകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്? നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ. 76 ചോദ്യം, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം എന്ത് പ്രസംഗിക്കപ്പെടുന്നു? ദൈവരാജ്യത്തിന്റെ സുവിശേഷം. 77 ചോദ്യം, ആര് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു എന്നാണ് യേശു പണക്കൊതിയരായ ഫരിസേയരോട് പറഞ്ഞത്? ദൈവം. 78 ചോദ്യം, ദൈവത്തെയും എന്തിനേയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ധനത്തെയും. 79 ചോദ്യം, ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? വെളിച്ചത്തിന്റെ മക്കളേക്കാൾ. 80 ചോദ്യം, ഒന്നാമൻ യജമാനന് എത്രയാണ് കടം കൊടുക്കാനുള്ളത്? 100 ബത്ത് എണ്ണ. 81 ചോദ്യം, നിന്റെ പ്രമാണത്തിൽ എത്രയെന്ന് തിരുത്തി എഴുതുക എന്നാണ് കാര്യസ്ഥൻ മറ്റൊരുവനോട് പറഞ്ഞത്? 80 കോർ. 82 ചോദ്യം, ആരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീതിമാന്മാരുടെ. 83 ചോദ്യം, നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ നീ ഭാഗ്യവാനായിരിക്കും എന്ന് യേശു പറയാനുള്ള കാരണമെന്ത്? പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, അതിനാൽ. 84 ചോദ്യം, അധ്യായവും വാക്യവും എഴുതുക. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 14 അധ്യായം 11 വാക്യം. 85 ചോദ്യം, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചത് എപ്പോൾ? മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്. 86 ചോദ്യം, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചത് എന്ത്? സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? 87 ചോദ്യം, നിങ്ങൾ എന്ത് പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. 88 ചോദ്യം, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയാനുള്ള കാരണമെന്ത്? ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല, അതിനാൽ. 89 ചോദ്യം, എത്രാം ദിവസം തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുമെന്ന് ഹെറോദോസിനോട് പറയാനാണ് യേശു പറഞ്ഞത്? 3-ാം ദിവസം. 90 ചോദ്യം, എന്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ് വീട്ടുടമസ്ഥൻ പറയുന്നത്? അനീതി പ്രവർത്തിക്കുന്ന. 91 ചോദ്യം, 13-22 വാക്യമനുസരിച്ച് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് എങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു? ജെറുസലേമിലേക്ക്.
92-ാമത്തെ ചോദ്യം 13-19 വാക്യമനുസരിച്ച് ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ്? ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക്. 93-ാമത്തെ ചോദ്യം ഒരു സ്ത്രീ എത്രയളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം? 3 അളവ് മാവിൽ. 94-ാമത്തെ ചോദ്യം ഗലീലയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആരാണ് യേശുവിനെ അറിയിച്ചത്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ. 95-ാമത്തെ ചോദ്യം സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് എവിടെ വസിച്ചിരുന്ന എല്ലാവരേക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. ജെറുസലേമിൽ വസിച്ചിരുന്ന. 96-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവസാനത്തെ ഡാഷ് വരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുട്ടുവരെ. 97-ാമത്തെ ചോദ്യം നീ നിന്റെ ശത്രുവിനോട് കൂടെ ആരുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്നാണ് പറഞ്ഞത്? അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ. 98-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എനിക്ക് ഒരു ഡാഷ് സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു? സ്നാനം. 99-ാമത്തെ ചോദ്യം ആരിൽ നിന്ന് അധികം ആവശ്യപ്പെടും? അധികം ലഭിച്ചവനിൽ നിന്ന്. 100-ാമത്തെ ചോദ്യം ആരോട് അധികം ചോദിക്കും? അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്. 101-ാമത്തെ ചോദ്യം എങ്ങനെയുള്ള ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും? യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. 102-ാമത്തെ ചോദ്യം യജമാനൻ വരാൻ വൈകും എന്ന് കരുതി ഭൃത്യൻ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ യജമാനൻ അവനെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്? യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ. 103-ാമത്തെ ചോദ്യം യജമാനൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ ആരെ നിയമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ. 104-ാമത്തെ ചോദ്യം കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? പത്രോസ്. 105-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഡാഷ് ഹൃദയവും. 106-ാമത്തെ ചോദ്യം ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ സംഭരിച്ചു വെക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ. 107-ാമത്തെ ചോദ്യം ചെറിയ അജഗണത്തോട് ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള കാരണമെന്ത്? നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട്. 108-ാമത്തെ ചോദ്യം എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും അന്വേഷിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ ജനതകൾ. 109-ാമത്തെ ചോദ്യം ആരുപോലും അവൻ്റെ സർവമഹത്വത്തിൽ ലില്ലിയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല, സോളമൻ പോലും. 110-ാമത്തെ ചോദ്യം ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കുമെന്നാണ് യേശു ചോദിച്ചത്? 1 മുഴം കൂടി. 111-ാമത്തെ ചോദ്യം ആരേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പക്ഷികളേക്കാൾ. 112-ാമത്തെ ചോദ്യം എന്തു ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റി ആകുലരാകേണ്ട എന്ന് പറയാനുള്ള കാരണമെന്ത്? ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. 113-ാമത്തെ ചോദ്യം ഭോഷനായ ധനികൻ്റെ എന്തിനെ ഈ രാത്രി നിന്നിൽ നിന്ന് ആവശ്യപ്പെടുമെന്നാണ് ദൈവം അവനോട് പറഞ്ഞത്? അവൻ്റെ ആത്മാവിനെ. 114-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഡാഷിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന്. 115-ാമത്തെ ചോദ്യം എവിടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് പറഞ്ഞത്? സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും. 116-ാമത്തെ ചോദ്യം ആർക്കെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല,
പരിശുദ്ധാത്മാവിനെതിരായി. 117 ചോദ്യം, ആർക്കെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും? മനുഷ്യപുത്രനെതിരായി. 118 ചോദ്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ആരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും. 119 ചോദ്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യപുത്രൻ ആരുടെ മുമ്പിൽ ഏറ്റുപറയും? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. 120 ചോദ്യം, എന്തു ചെയ്യാൻ കഴിവുള്ളവനെ ഭയപ്പെടണമെന്ന് മുന്നറിയിപ്പ് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. 121 ചോദ്യം, എന്തു ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ. 122 ചോദ്യം, ആര് മുതൽ ആര് വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ആബേൽ മുതൽ സക്കറിയ വരെയുള്ളവരുടെ. 123 ചോദ്യം, ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ടത് ആര്? സക്കറിയ. 124 ചോദ്യം, എന്താണ് ശരീരത്തിൻ്റെ വിളക്ക്? കണ്ണ്. 125 ചോദ്യം, നിനവെ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. കാരണമെന്ത്? യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചതുകൊണ്ട്. 126 ചോദ്യം, ദക്ഷിണദേശത്തെ രാജ്ഞി ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത്? സോളമൻ്റെ. 127 ചോദ്യം, ആര് ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും? മനുഷ്യപുത്രൻ. 128 ചോദ്യം, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്നതിന് മറുപടിയായി യേശു പറഞ്ഞത് എന്ത്? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. 129 ചോദ്യം, നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ച ചോദ്യമെന്ത്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? 130 ചോദ്യം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും എന്ന് നിയമത്തിൽ എഴുതിയതനുസരിച്ച് പ്രവർത്തിച്ചാൽ നീ എന്തു ചെയ്യുമെന്നാണ് യേശു നിയമജ്ഞനോട് പറഞ്ഞത്? നീ ജീവിക്കും. 131 ചോദ്യം, യേശു പറഞ്ഞ സമറിയാക്കാരൻ്റെ ഉപമയിലെ ഒരുവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുകയായിരുന്നു? ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. 132 ചോദ്യം, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നവനെ എന്തു ചെയ്തിട്ടാണ് കവർച്ചക്കാർ പോയിക്കളഞ്ഞത്? വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട്. 133 ചോദ്യം, കവർച്ചക്കാർ ആക്രമിച്ചവൻ്റെ മുറിവുകൾ എന്തൊക്കെ ഒഴിച്ചാണ് സമറിയാക്കാരൻ വെച്ചുകെട്ടിയത്? എണ്ണയും വീഞ്ഞുമൊഴിച്ച്. 134 ചോദ്യം, സത്രം സൂക്ഷിപ്പുകാരന് എത്ര ദനാറ കൊടുത്തിട്ടാണ് കവർച്ചക്കാർ ഉപദ്രവിച്ചവൻ്റെ കാര്യം നോക്കണമെന്ന് സമറിയാക്കാരൻ പറഞ്ഞത്? 2 ദനാറ. 135 ചോദ്യം, എന്ത് മറിയത്തിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം. 136 ചോദ്യം, പിതാവ് ആരെന്ന് ആരൊക്കെയാണ് ഗ്രഹിക്കുന്നത്? പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും. 137 ചോദ്യം, കൊറാസിൻ, ബത്സൈദ എന്നിവിടങ്ങളിൽ നടന്ന അത്ഭുതം ടൈറിലും സിദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്? അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്താപിക്കുമായിരുന്നു എന്ന്. 138 ചോദ്യം, എന്തിൻ്റെയൊക്കെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് 72 പേരോടും പറഞ്ഞത്? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ. 139 ചോദ്യം,
ആര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും എന്നാണ് പറഞ്ഞത്. സമാധാനത്തിൻ്റെ പുത്രൻ. 140 ചോദ്യം. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു ആർക്ക് കൂടുകളുണ്ട് എന്നാണ് പറഞ്ഞത്? ആകാശത്തിലെ പക്ഷികൾക്ക്. 141 ചോദ്യം. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നവനെ തടയേണ്ട എന്ന് യേശു പറയാനുള്ള കാരണമെന്ത്? നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്, അതുകൊണ്ട്. 142 ചോദ്യം. ആരാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്നാണ് യേശു പറഞ്ഞത്? നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. 143 ചോദ്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്തു ചെയ്താൽ അവൻ എന്തു പ്രയോജനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ. 144 ചോദ്യം. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും എപ്പോൾ ലജ്ജിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. 145 ചോദ്യം. യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ എടുക്കരുത് എന്നാണ് യേശു 12 പേരോടും പറഞ്ഞത്? വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് എന്ന്. 146 ചോദ്യം. യാത്രയ്ക്ക് പോകുമ്പോൾ എന്ത് ഉണ്ടായിരിക്കരുത് എന്നാണ് യേശു 12 പേരോടും പറഞ്ഞത്? 2 ഉടുപ്പ്. 147 ചോദ്യം. നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നാണ് കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരോടും പറഞ്ഞത്? അതിങ്ങനെയും ചോദിക്കാം. നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നാണ് കർത്താവ് ഈ 2 പേരായി അയച്ചവരോട് പറഞ്ഞത്? മടിശീല, സഞ്ചി, ചെരിപ്പ്. 148 ചോദ്യം. 9-7 വാക്യമനുസരിച്ച് സംഭവിച്ചതെല്ലാം കേട്ട് ഏത് രാജാവാണ് പരിഭ്രാന്തനായത്? ഹെറോദേസ്. 149 ചോദ്യം. ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് യേശുവിൻ്റെ പിന്നാലെ ചെന്ന ജനങ്ങളെ സ്വീകരിച്ച് യേശു എന്താണ് ചെയ്തത്? ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. 150 ചോദ്യം. യേശു ബെത്സൈദ എന്ന പട്ടണത്തിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു അവിടെ? 5000 പുരുഷന്മാർ. 151 ചോദ്യം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏത്? പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.